നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പിണറായി വിജയൻ മുഖ്യമന്ത്രിയോ അതോ അധോലോക നായകനോ എന്ന ചോദ്യത്തിലേക്ക് വിരൽ ചൂണ്ടുകയാണ് CPM ജില്ലാ കമ്മിറ്റി യോഗങ്ങൾ. അഹങ്കാരി, ധിക്കാരി, പ്രമാണി എന്നീ വിശേഷണങ്ങൾ മാത്രമല്ല, മുഖ്യമന്ത്രിയുടെ വീട്ടിൽ വിവാദ വ്യവസായികളും വെറുക്കപ്പെട്ടവരും അടുക്കളയിൽ വരെ കയറി ഇറങ്ങുന്നു എന്നതാണ് വിമർശനം. അക്ഷരാർത്ഥത്തിൽ പുകമറയ്ക്കുള്ളിൽ നിന്ന് പാർട്ടിയെയും പ്രസ്ഥാനത്തെയും ജനങ്ങളെയും വഞ്ചിക്കുന്ന ഒരു ഭരണാധികാരി എന്ന തിരിച്ചറിവാണ് ജില്ലാ കമ്മിറ്റികളിലുടനീളം പിണറായിക്കെതിരെ വിമർശനങ്ങൾ ഉയരുന്നത്. കേരളത്തിലെ ഏറ്റവും മോശം ഭരണാധികാരി എന്ന ആക്ഷേപമോ ജനങ്ങളെ വെറുപ്പിക്കുന്ന മുഖ്യൻ എന്ന വിമർശനമോ അല്ല ഇപ്പോൾ CPM ജില്ലാ കമ്മിറ്റികളിൽ ഉയർന്നു കേൾക്കുന്നത്. കാരുണികൻ, കാരണഭൂതൻ, ഇരട്ടച്ചങ്ങൻ എന്നിങ്ങനെ സ്വയം ചാർത്തിയ പര്യായങ്ങളൊക്കെ മാറ്റി നിർത്തി കളങ്കിതൻ എന്ന ഒറ്റപ്പേരിലേക്ക് CPM ജില്ലാ കമ്മിറ്റികളും പൊതുസമൂഹവും പിണറായിക്ക് അടിക്കുറിപ്പ് എഴുതിയിരിക്കുന്നു. പിണറായി വിജയനെ CPM ദേശീയ നേതൃത്വം, സംസ്ഥാന സെക്രട്ടേറിയറ്റും എന്തുകൊണ്ട് പുറത്താക്കുന്നില്ല എന്ന ചോദ്യത്തിലേക്കാണ് അണികളുടെ പോക്ക്. എല്ലാ വിമർശനങ്ങളും ഒരു വ്യക്തിയിൽ കേന്ദ്രീകരിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. കേരളത്തിൽ CPMന്റെ അടിത്തറ ഇളകുക മാത്രമല്ല, ബംഗാളിനേക്കാൾ ദയനീയമായ തകർച്ചയിലേക്കാണ് കേരളത്തിൽ CPMന്റെ ഗതികെട്ട പോക്ക്. കേരളത്തിൽ ഇനി കോൺഗ്രസും BJPയുമായിരിക്കും പ്രധാന പാർട്ടികൾ എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. കേരളത്തിലെ ഇത്രയേറെ വിവാദങ്ങൾക്കിടയാക്കിയ കാരണഭൂതൻ മറ്റാരുമില്ല. ലാവ്ലിൻ അഴിമതി മാത്രമല്ല, ഡോളർ കടത്ത്, ബിരിയാണി ചെമ്പ്, ഈന്തപ്പഴം, മാസപ്പടി, വിദേശയാത്ര, അടിമുടി, ദുരൂഹത തുടങ്ങിയ എന്തെല്ലാം ആക്ഷേപങ്ങളാണ് പിണറായി വിജയനെതിരെ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെ ആരൊക്കെ ആരോപിച്ചാലും ഞാനാണ് പാർട്ടി എന്ന മട്ടിൽ പിണറായി തിരുത്തലുകൾക്ക് വിധേയനാകുന്നില്ല. മകൾ വീണ വിജയനുമായി ബന്ധപ്പെട്ട മാസപ്പടി കേസിൽ ഇന്നേ വരെ വിശദമായ വിശദീകരണം നൽകാനും പിണറായി തയ്യാറാകുന്നില്ല. കേരളത്തെ ഇത്രയേറെ ഭരിച്ചു പിടിച്ച ഒരു പാർട്ടിയും നേതാവും വേറെ ഇല്ലെന്ന മട്ടിലേക്കാണ് കാര്യങ്ങളുടെ ദയനീയമായ പോക്ക്. രണ്ടാം പിണറായി സർക്കാർ കേരളം കണ്ട ഏറ്റവും ജനവിരുദ്ധ സർക്കാരാണെന്ന് കാലം വിധി എഴുതിയിരിക്കുന്നു. വായ തുറന്നാൽ അധിക്ഷേപ വാക്കുകളും ധിക്കാരവും മാത്രം പറയുന്ന മറ്റൊരു മുഖ്യമന്ത്രി സംസ്ഥാനം ഭരിച്ചിട്ടില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ചരിത്ര തോൽവിക്ക് കാരണഭൂതൻ പിണറായി വിജയൻ ഒരാൾ മാത്രമാണെന്ന് CPM ജില്ലാ കമ്മിറ്റികൾ വിധി എഴുതിയിരിക്കുന്നു. 9 ജില്ലാ കമ്മിറ്റികളും സെൻട്രൽ കമ്മിറ്റികളും രൂക്ഷമായ വിമർശനം അഴിച്ചുവിട്ടിട്ടും പിണറായി ഇതൊന്നും വകവയ്ക്കാതെ മുൻപോട്ട് പോവുകയാണ്. പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ തന്നെ സ്വഭാവത്തിലുള്ള MV ഗോവിന്ദനെ CPM സംസ്ഥാന സെക്രട്ടറിയായി നിശ്ചയിച്ചതും പാർട്ടിയുടെ ദയനീയമായ തോൽവിക്ക് പ്രധാന കാരണമായതായി വിവിധ ജില്ലാ കമ്മിറ്റികൾ വിധി എഴുതിയിരിക്കുന്നു. CPM പ്രവർത്തകർക്ക് പോലും ദഹിക്കുന്നതല്ല MV ഗോവിന്ദൻ പെരുമാറ്റവും സംസാര രീതിയും. കേരളത്തെ ഞെട്ടിച്ച് രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ CPM സംസ്ഥാന നേതൃത്വത്തിന് പങ്കുണ്ടെന്നും ഉന്നത നേതാക്കളാണ് കൊലപാതകങ്ങൾ ആസൂത്രണം ചെയ്തതെന്നും ജനം തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഇതാണ് സമാധാനകാംക്ഷികൾ CPMൽ നിന്ന് അകലാനുള്ള പ്രധാനപ്പെട്ട കാരണം. TP ചന്ദ്രശേഖരന്റേതുൾപ്പെടെ കേരളത്തെ നടുക്കിയ കൊലപാതകങ്ങളിൽ പ്രതികളെ ആയുധങ്ങളുമായി അയച്ചതും സംരക്ഷിച്ചതും ചിലവുകൾ വഹിച്ചതുമൊക്കെ പാർട്ടി തന്നെയാണെന്ന തിരിച്ചറിവാണ് വടക്കൻ കേരളത്തിൽ, പ്രത്യേകിച്ച് വടകരയിൽ CPMന്റെ അടിത്തറ ഇളക്കിയത്. EP ജയരാജൻ, P ജയരാജൻ, MV ജയരാജൻ, MV ഗോവിന്ദൻ, പിണറായി വിജയൻ തുടങ്ങിയ കണ്ണൂർ നേതാക്കളെല്ലാം കൊള്ളയ്ക്കും കൊലയ്ക്കും കൂട്ടുനിൽക്കുന്ന നീചന്മാരാണെന്ന തിരിച്ചറിവ് കേരളത്തിലെ ശരാശരി ജനസമൂഹം തിരിച്ചറിഞ്ഞതും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ അടിത്തറ ഇളക്കുകയാണ്. CPM നടത്തിയ കൊലയിലെ പ്രതികളെ രക്ഷിക്കാൻ CPM നേതാക്കൾ നേരിട്ടിറങ്ങുന്നതും പ്രതിയോഗികളെ കൊല്ലാൻ മാത്രമായി ഒരു നിര ഗുണ്ടകളെ സംരക്ഷിക്കുമെന്നതും കേരളം തിരിച്ചറിഞ്ഞിരിക്കുന്നു. കണ്ണൂരിലെ പാർട്ടി ഗ്രാമങ്ങളിലെ വിജനമായ പ്രദേശങ്ങളിൽ ബോംബ് നിർമ്മിക്കുന്നതും ബോംബ് പൊട്ടി നിർമ്മാതാക്കൾ മരിക്കുന്നതുമായ സംഭവങ്ങളും കേരളത്തെ ഭീതിപ്പെടുത്തുന്നു.